പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈ ലോകമോഹങ്ങളെക്കാൾ ഈ ലോക വിജ്ഞാനത്തെക്കാൾ ഈശോയെ എല്ലാറ്റിനും ഉപരിയായി നിന്നെ ഞങ്ങൾ സ്നേഹിക്കുമെന്ന് ആത്മാവിൽ ഏറ്റുപറഞ്ഞ് ദിവ്യകാരുണ്യനാഥനെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധമായി അൾത്താരയിൽ ഇറങ്ങി വന്ന ദൈവിക സാന്നിധ്യത്തെ അനുഭവിച്ച് ആ ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന് മാലാഖ വൃന്ദങ്ങളോടും വിശുദ്ധരോടും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ലോകം മുഴുവൻ കരുണ വർഷിക്കപ്പെടുവാൻ വേണ്ടി ദൈവം വളരെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഈ കരുണയുടെ മണിക്കൂർ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ 379 വാക്യം ഇപ്രകാരം പറയുന്നു: എൻ്റെ കരുണയെ ആശ്രയിക്കുന്നവരോടും എൻ്റെ കരുണ പ്രഘോഷിക്കുന്നവരോടും അവരുടെ മരണസമയത്ത് ഞാൻ വളരെയേറെ കരുണയോടെ വർത്തിക്കും. ദൈവം നമുക്കായി കരുണ വർഷിക്കുന്ന ഈ സമയം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവമൊരുക്കിയ ഈ നിമിഷത്തെ ഓർത്ത് നന്ദി പറയാം. നമുക്കറിയാം, ചിലപ്പോൾ എത്രത്തോളം നമ്മൾ ആഗ്രഹിച്ചാലും ഈ സമയം ഒരുപക്ഷെ ദൈവസന്നിധിയിലായിരിക്കുവാൻ നമുക്ക് സാധിച്ചുവെന്ന് വരില്ല. എത്രയോ മക്കൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ഈ നിമിഷം ദൈവസന്നിധിയിൽ ചെലവഴിക്കാൻ. 3 കാര്യങ്ങളാണ് ഫൗസ്റ്റീനയിലൂടെ ഈശോ ആവശ്യപ്പെട്ടത്. സാധിക്കുമെങ്കിൽ 3 മണി സമയത്ത് നീ കുരിശിൻ്റെ വഴി നടത്തി പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ നീ ദിവ്യകാരുണ്യനാഥനെ പള്ളിയിൽ പ്രവേശിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുക. ഇതും സാധിക്കുന്നില്ലെങ്കിൽ നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തോടൊപ്പം പ്രാർത്ഥനയിൽ അല്പസമയം ചെലവഴിക്കുക. ദൈവം വളരെ പ്രത്യേകമായി നമ്മളെ തിരഞ്ഞെടുത്ത് ദിവ്യകാരുണ്യനാഥൻ്റെ കൂടെ ഈ 3 മണി സമയം, ഈ കൃപയുടെ സമയം ചെലവഴിക്കുവാൻ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. നമുക്ക് വളരെ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് ഇന്നത്തെ സുവിശേഷം വളരെ ശ്രദ്ധയോടെ നമ്മൾ ശ്രവിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഈ സുവിശേഷ വചനഭാഗം ചേർത്ത് വയ്ക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ജീവിതമാണ് ഈ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ. അതാണ് ലൂക്കയുടെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. ഇവിടെ വചനം തുടങ്ങുന്നത് തന്നെ, സുവിശേഷം തുടങ്ങുന്നത് തന്നെ ഇപ്രകാരമാണ്: പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ആളുകൾ ദൈവവചനം ശ്രവിക്കുവാൻ ഒരുമിച്ച് കൂടി. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് അടുത്തടുത്ത് നടന്ന ഒരു കാര്യമല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോയുടെ കാലത്ത് പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ആളുകൾ ദൈവവചനം ശ്രവിക്കുവാൻ ഒരുമിച്ച് കൂടിയെന്ന് പറയുമ്പം ആ മക്കൾക്ക് ദൈവവചനത്തോടുള്ള ആഗ്രഹവും താല്പര്യവും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അത്രയും ആഗ്രഹത്തോടു കൂടി അവർ ദൈവവചനം ശ്രവിക്കുവാൻ ഒരുമിച്ച് കൂടി. ഈശോ അവരോട് 3 കാര്യങ്ങളാണ് പറയുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നത് 3 കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ 3 കാര്യങ്ങളും ഈ വിശുദ്ധനായ ഇഗ്നേഷ്യസിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കേണ്ട 3 കാര്യങ്ങൾ. ഈ കരുണയുടെ മണിക്കൂറിൽ നമ്മൾ ഓർക്കും, നമ്മളൊരു പാപം ചെയ്തു, പാപികൾ ദൈവത്തിൻ്റെ മുമ്പിൽ കരുണയ്ക്കായി യാചിക്കുന്ന ഒരു കാര്യം മാത്രമാണ്.
ദൈവകരുണയുടെ മണിക്കൂർ. അതല്ല, നമുക്ക് ഒരുപാട് മേഖലകളിൽ ദൈവകരുണ നമ്മുടെ ജീവിതത്തിൽ വർഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതിൽ സുവിശേഷം പറയുന്ന ഒരു കാര്യമാണ് വിശുദ്ധിയെക്കുറിച്ച്. ഇവിടെ വചനം പറയുകയാണ്, നിങ്ങൾ രഹസ്യമായി ചെയ്യുന്നതെല്ലാം ഒരിക്കൽ പരസ്യമാകും. നിങ്ങൾ സ്വകാര്യമായ ഇടങ്ങളിൽ സംസാരിച്ചതെല്ലാം പുരമുകളിൽ പ്രഘോഷിക്കപ്പെടും. അതായത് നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യ പാപങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ ഈ കരുണയുടെ മണിക്കൂറിൽ ഓർത്തെടുത്ത് നമ്മൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട നിമിഷമാണ്. നമ്മളൊരിക്കൽ, അതുകൊണ്ടാണ് വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കും എന്നാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കും. ഈ വിശുദ്ധനെയൊക്കെ ഇത്ര ധീരതയോടുകൂടി ക്രിസ്തുവിന് സാക്ഷ്യം നൽകാൻ പ്രേരിപ്പിച്ചത് ആ വിശുദ്ധൻ്റെ ജീവിതത്തിലുള്ള ആ വിശുദ്ധി തന്നെയാണ്. അപ്പോൾ ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാം മാതൃകയായ ഈശോ തന്നെ ഇതിന് വ്യക്തമായ സാക്ഷ്യം നൽകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 46-ാം തിരുവചനത്തിൽ ഈശോ പരസ്യമായി യഹൂദരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും? ഇത് ഓരോ ക്രിസ്ത്യാനിയും ഏറ്റെടുക്കേണ്ട വലിയൊരു ദൗത്യമാണ്. നമുക്ക് ഈ ലോകത്തോട് ചോദിക്കാൻ കഴിയുമോ, നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും? ആ ഒരു വിശ്വാസമാണ് ഈ വിശുദ്ധനെ മുന്നോട്ട് നയിച്ച ഒരു ധൈര്യം. രണ്ടാമത് ഈ വിശുദ്ധനിൽ കാണുന്ന മറ്റൊരു കാര്യമാണ് സധൈര്യം ക്രിസ്തു വിശ്വാസം ഏറ്റുപറഞ്ഞ ഒരു വിശുദ്ധൻ. നമുക്കറിയാം, 2-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് ട്രാജൻ ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് ക്രിസ്ത്യാനികൾക്ക് ഒരു ഓഫർ കൊടുത്തു. ഒന്നുകിൽ നിങ്ങൾക്ക് മരണം വരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തു വിശ്വാസം ത്യജിച്ച് നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കാം. അന്ന് സിറിയയിൽ ജനിച്ച ഈ വിശുദ്ധൻ അന്നൊരു തീരുമാനമെടുത്തു, ഞാൻ മരണം വരിക്കുവാൻ തയ്യാറാണ്, എങ്കിലും ഞാൻ ക്രിസ്തുവിനെ തള്ളിപ്പറയുകയില്ല. ആ മനുഷ്യൻ്റെ ധൈര്യമാണ് ഇന്ന് ഈ 2000 വർഷങ്ങൾക്കപ്പുറം നമ്മൾ ആ വിശുദ്ധൻ്റെ തിരുനാൾ ഇത്ര ആഘോഷമായി കൊണ്ടാടുന്നത്. ആ ഒരു ധൈര്യം, അതാണ് വിശുദ്ധിയോടെയുള്ള ജീവിതം. ഈ വിശുദ്ധനെ ധൈര്യപൂർവ്വം ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ, ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാൻ അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചു. നമുക്കറിയാം, ഈ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അവിടെ കൊടുത്തിരിക്കുന്നത് ഭയം കൂടാതെ സാക്ഷ്യം നൽകുക എന്നാണ്. ഇതിൻ്റെ ഹെഡിങ് തന്നെ ഭയം കൂടാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതിന് അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തിയത് അദ്ദേഹത്തിലുള്ള വിശുദ്ധിയാണ്. തുടർന്ന് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവിടെ വചനം ഈ വിശുദ്ധനെ ശക്തിപ്പെടുത്തിയത് ഇപ്രകാരമാണ്. വചനം പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ ലോകത്തിൽ ഭയപ്പെടേണ്ടത് ഒന്നിനെ മാത്രമാണ്. നിങ്ങളുടെ ശരീരത്തെ കൊല്ലുകയും നിങ്ങളുടെ ആത്മാവിനെ നരകത്തിന് വിട്ടുകൊടുക്കാൻ കഴിയുന്നവനെയും മാത്രം നിങ്ങൾ ഭയപ്പെട്ടാൽ മതി. മറ്റൊന്നിനെയും നിങ്ങൾ ഈ ലോകത്തിൽ ഭയപ്പെടേണ്ടതില്ലെന്നാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ആ ഒരു ധൈര്യമാണ് ഈ വിശുദ്ധനെ ഈ ഒരു രക്തസാക്ഷിത്വം വരിക്കുവാൻ അദ്ദേഹത്തിനെ ശക്തിപ്പെടുത്തിയത്. ആ ഒരു കൃപയും ആ ഒരു അഭിഷേകമൊക്കെ ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറുമ്പം നമ്മളും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, വിശുദ്ധരായ മക്കളുണ്ടാവാനും വിശുദ്ധരായ ഒരു തലമുറയെ രൂപപ്പെടുത്തുവാനും ഞങ്ങളെ നീ ഉപയോഗിക്കണമേ എന്ന് നമ്മൾ ഈ കരുണയുടെ മണിക്കൂറിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇതുപോലെ വചനം സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുത്ത മറ്റൊരു വ്യക്തിയാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതരായ നമ്മുടെ വിശുദ്ധ അൽഫോൺസാമ്മ. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ മനസ്സിലാകും. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അത് അഴിയുന്നെങ്കിലോ വളരെയേറെ ഫലം പുറപ്പെടുവിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്ന ഒരു ജീവിത സാക്ഷ്യമാണ് വിശുദ്ധ അൽഫോൺസാമ്മ. ഭരണങ്ങാനത്തൊക്കെ നമുക്കറിയാം, ജൂലൈ 28-ാം തീയതിയൊക്കെ നമുക്ക് ആ പ്രദേശത്തോട് അടുക്കാൻ പറ്റാത്തത്ര ദൈവജനം, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ച ഒരു കന്യാസ്ത്രീ ഇന്ന് എത്രയോ ആൾക്കാർക്ക് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് പ്രചോദനം നൽകുകയും അനേകായിരങ്ങൾക്ക് സൗഖ്യവും ആശ്വാസവുമായി മാറുന്ന തലത്തിൽ ആ അമ്മയെ ദൈവം ഉയർത്തിയെങ്കിൽ അവരുടെ ജീവിത വിശുദ്ധിയും അവർ ക്രിസ്തുവിനെ പ്രതി ഏറ്റെടുത്ത സഹനങ്ങളുമാണ് അവരെ ഈ നിലയിൽ ഉയർത്തിയത്. ആ ഒരു ബോധ്യം നമ്മളെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് കരുണയുടെ തിരുമണിക്കുള്ളിൽ വളരെ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നമ്മൾ കാണേണ്ടത് ദൈവത്തിലുള്ള ആശ്രയത്വമാണ്. ഇവിടെ തുടർന്ന് വചനം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്,
5 കുരുവികൾ 2 നാണയത്തിന് വിൽക്കപ്പെടുന്നില്ലേ എന്ന് നിങ്ങൾ അറിയുന്നില്ല? മറ്റൊരു സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പം ഇവിടെ 4 കുരുവികൾ 2 നാണയം. അങ്ങനെ നോക്കിയാൽ 5-മതൊന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു കുരുവി. അപ്പം ആ കുരുവിയെ പോലും കാത്തുപരിപാലിക്കുന്ന സർവശക്തനായ ദൈവം അനേകം കുരുവികളേക്കാൾ വിലയുള്ള നമ്മുടെ ജീവനെ കാത്തുപരിപാലിക്കുകയില്ലെന്ന് നമ്മൾ എങ്ങനെ അവിശ്വസിക്കും? അപ്പോൾ ഈ മണിക്കൂറിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ഏത് പ്രതിസന്ധികളിലും ദൈവം ഇടപെടാൻ ദൈവം സന്നദ്ധനാണ്. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. കാരണം നമ്മുടെ ജീവിതം മനോഹരമായി മാറണമെന്നും വിശുദ്ധ ജീവിതമായി മാറണമെന്നും നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ദൈവമാണ്. ഈ ഒരു അനുഭവം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെടണം. കാരണം അപ്പോസ്തല പ്രവർത്തനത്തിൽ നമുക്കറിയാം, സുന്ദര കവാടത്തിൽ കിടന്ന ഒരു മുടന്തനായ യാചകനെ പത്രോസും യോഹന്നാനും കൂടി സൗഖ്യം നൽകുന്നുണ്ട്. അപ്പോൾ ഈശോ മരിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം സംഭവിച്ച ഒരു കാര്യം, ഈ പത്രോസിനോട് യോഹന്നാനോടും അവിടുത്തെ യഹൂദ പ്രമാണിമാർ പറഞ്ഞു, നീ ആ മനുഷ്യൻ്റെ നാമത്തിൽ ഇനി സംസാരിക്കരുത്. അപ്പോൾ കാരണം അവർക്ക് പ്രത്യേകിച്ചൊന്നും അവരെ ശിക്ഷിക്കാൻ സാധിക്കുകയില്ല. കാരണം ആരുടെ നാമത്തിലാണോ ആ മുടന്തന് സൗഖ്യം കിട്ടിയത്, ആ മുടന്തൻ ജീവനോടെ അവരുടെ മുമ്പിൽ നിൽക്കുമ്പം ഈ യഹൂദ പ്രമാണിമാർക്ക് ഈ യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ച പത്രോസിനെയോ യോഹന്നാനെയോ ശിക്ഷിക്കാൻ യാതൊരു വകുപ്പുമില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട്, നീ ഈ നാമത്തിൽ ഇനി സംസാരിക്കരുത്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം നമ്മൾ ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ട് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. അവരിപ്രകാരമാണ് പറയുന്നത്, ഞങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയുകയില്ല. കാരണം അവർ നേരിട്ട് കണ്ടതാണ് ക്രിസ്തുവിനെ, അവർ നേരിട്ട് കേട്ടതാണ് ക്രിസ്തുവിനെ, അവർ നേരിട്ട് അനുഭവിച്ചതാണ് ക്രിസ്തുവിനെ. ആ ക്രിസ്തുവിനെ പ്രഘോഷിക്കാതിരിക്കാൻ അവർക്ക് സാധിക്കുകയില്ലെന്നാണ് അവർ വെറുമുക്കുവരായ ഈ യഹൂദരായ ഈ പത്രോസും യോഹന്നാനും പ്രമാണിമാരായ യഹൂദരോട് പറഞ്ഞത്. ആ ഒരു ധൈര്യം അവർക്ക് കിട്ടുന്നത് അവർക്ക് ഈശോയിലുള്ള ആ വിശ്വാസം കൊണ്ടാണ്. ആ വിശ്വാസം നമുക്കും നമ്മുടെ തലമുറകൾക്കും ഉണ്ടാവാൻ വേണ്ടി ഈ കരുണയുടെ തിരുമണിക്കൂർ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുമ്പം നമുക്ക് വളരെ പ്രത്യേകമായി ഈ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏതൊരു സാഹചര്യത്തിലും വിശുദ്ധി കൈവിടാതെ സധൈര്യം ക്രിസ്തുവിനെ പ്രഘോഷിച്ച് ദൈവപരിപാലനയിൽ പരിപൂർണമായി ആശ്രയിച്ച് രക്തസാക്ഷിത്വം വരിച്ച ആ വിശുദ്ധൻ്റെ ചൈതന്യം നമ്മുടെ ജീവിതങ്ങളെ പ്രചോദിപ്പിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളെ ആ ഒരു ചൈതന്യത്തിൽ ദൈവം നയിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും